മഴത്തോരും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടിയും അലീനയും കൂടി ചിന്നുമോളെ കാണാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ ചിന്നുമോള് കുട്ടികളോടൊപ്പം കളിക്കുകയാണ്. ചിന്നുമോളെ എന്ന് അലീന സന്തോഷത്തോടെ വിളിക്കുമ്പോൾ ചിന്നുമോൾ ഒന്ന് നോക്കുന്നുണ്ട്. അലീനയും രേവതിക്കുട്ടിയെയും കണ്ടതും കുറച്ച് പിണക്കത്തോടെ മാറി നിൽക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ സിസ്റ്റർ പറയുന്നുണ്ട്, ആ രേവതിക്കുട്ടി അവളുണ്ടല്ലോ പിണങ്ങി നിൽക്കുകയാണ്. ഒരുപാട് നാളായില്ലേ നിങ്ങളെ കണ്ടിട്ട്, അതിൻ്റെ പിണക്കമാണ് മോൾക്കെന്ന് പറയാണ്. ഉടനെ തന്നെ രേവതിക്കുട്ടി ഓടിച്ചെന്ന് കയ്യിലുള്ള സാധനങ്ങളെല്ലാം അവിടെ താഴെ വെച്ച് മോളെ കെട്ടിപ്പിടിക്കുകയാണ്. മോളെ നീ ഞങ്ങളെ മറന്നോ, ഞങ്ങളോട് പിണങ്ങിയിരിക്കുകയാണോ നീ, മോളെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോള് നോക്കാൻ കൂട്ടാക്കുന്നില്ല, തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അലീന പെട്ടെന്ന് വന്ന് മോളെ കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് തുരുതുരാ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ പിണങ്ങല്ലടാ, ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇത്രയും നാളും വരാതിരുന്നത്, ഇപ്പം നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചിമാർ വന്നത്, ഒന്ന് നോക്കടാ, മുഖത്തേക്ക് നോക്കടാന്ന് ഒരുപാട് നിർബന്ധിച്ച് ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അലീനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ചിന്നുമോള്. ചിന്നുമോളുടെ പിണക്കം മാറിയത് കണ്ടപ്പോൾ അലീനയ്ക്കും രേവതിക്കുട്ടിക്കും നല്ല സന്തോഷമാവുകയാണ്. വേഗം വന്ന് രേവതിക്കുട്ടിയും അലീനയുടെ കയ്യിൽ നിന്ന് ചിന്നുമോളെ കോരിയെടുത്ത് ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ പിണക്കം മാറിയടാ, എന്നാൽ എൻ്റെ നെറ്റിയിൽ ഉമ്മത്താ, കവിളുമ്മത്താ എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഉമ്മ മേടിക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ തൻ്റെ കയ്യിലുള്ള സീഡ്സൊക്കെ സിസ്റ്ററെ ഏൽപ്പിക്കുന്നുണ്ട് അലീന. കുട്ടികൾക്ക് എല്ലാം കൊടുക്കണം മേഡം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും സീഡ്സും കേക്കും ഒക്കെ വിതരണം ചെയ്യുവാണ്. അങ്ങനെ അലീന പറയുന്നുണ്ട് രേവതിക്കുട്ടിയോട്, രേവതി മോളെ നീ ഇതെല്ലാവർക്കും കൊടുക്ക്, ഞാൻ ചിന്നുമോളെ എന്ന് ആൻറ്റിയും അങ്കിളിനെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ചിന്നുമോളുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ഗ്രേസി ആൻറ്റി അടുത്തേക്ക് പോവുകയാണ്. ഗ്രേസി ആൻറ്റി ചിന്നുമോൾ വരുന്നത് കണ്ടതും ഒരുപാട് ഇഷ്ടമാവുകയാണ് ചിന്നുമോളെ. കവിളത്ത് ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രേസി ആൻറ്റി. ചിന്നുമോളോട് പറയും, അലീന പറയുന്നുണ്ട്, മോളെ ഇതേ നമ്മുടെ ചിന്നു രേവതിക്കുട്ടിയില്ലേ, രേവതി ആൻറ്റി, ആൻറ്റി നിൽക്കുന്ന വീട്ടിലെ മമ്മിയും പപ്പയുമാണെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ചിന്നുമോള് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, മമ്മിയും പപ്പയുമാണോ, പപ്പയ്ക്കും മമ്മിക്കും സുഖമാണോ എന്ന് ചോദിക്കുക. അങ്ങനെ മോള് ചോദിക്കുന്നത് കേട്ടിട്ട് ഗ്രേസി ആൻറ്റിക്ക് അത്ഭുതമാവുകയാണ്. പെട്ടെന്ന് തന്നെ ചിന്നുമോളെ കോരിയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആ എടാ ഞങ്ങൾക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ, പപ്പയ്ക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് മോള്. ഓ പപ്പയ്ക്കും സുഖമാണ്, നിനക്ക് സുഖമാണോ എന്ന് അവർ തിരിച്ച് ചോദിക്കുകയാണ്. എനിക്കും സുഖമാണ്, ഇനി നിങ്ങൾ നാളെയൊന്നും പോകണ്ട കേട്ടോ, ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് നാളെ പോയാൽ മതി എന്ന് ചിന്നുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടതും അവർക്ക് ഒരുപാട് വിഷമമാവുകയാണ്. എടാ ഞങ്ങൾ പോവാതിരുന്നാൽ പറ്റത്തില്ലടാ എന്നൊക്കെ പറയുമ്പോൾ ചിന്നുമോള് പറയുന്നുണ്ട്, എന്നാൽ ശരി രേവതി ആൻറ്റിയും പിന്നെ നമ്മുടെ അലീന ആൻറ്റിയെയും കൊണ്ടുപോകണ്ട, കുറേ ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേസി ആൻറ്റി ചോദിക്കുന്നുണ്ട്, അവർക്കിപ്പോൾ ഭക്ഷണമൊക്കെ ആരാ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കൊടുത്തോളാം, ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് അവരെല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഗ്രേസിയെ പറയുന്നുണ്ട്, അലീനെ നീ പേടിക്കണ്ട കേട്ടോ, നിന്നെ നോക്കാനൊക്കെ ആളുണ്ടടി, കണ്ടില്ലേ മോള് പറയുന്നത്, അവൾ നിനക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ തരുന്ന പറയുന്നത് എന്ന് കേട്ടിട്ട് നമ്മുടെ അലീനയും ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വൈജയന്തി വിളിക്കുകയാണ്. മുത്തശ്ശിക്ക് മേലാസകലം വേദനിക്കുന്നുണ്ട്. ഒരേ കിടപ്പങ്ങെ കിടന്നതുകൊണ്ട് തന്നെ വൈജയ് എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. വൈജയന്തിയാണെങ്കിൽ അത് കേൾക്കുന്നുമില്ല. പെട്ടെന്ന് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ച് അലറുന്നത്, ഞാനിവിടെ ഉണ്ടല്ലോ, എന്നാൽ നിനക്കൊന്ന് വിളി കേട്ടൂടെ, ഞാൻ എത്ര തവണയായി നിന്നെ വിളിക്കുന്നു എന്ന് ചോദിക്കുന്നു. എന്താ അമ്മയ്ക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അതെ ഞാൻ ആ മോള് വന്നോടി എന്ന് ചോദിക്കുക. ഏത് മോളെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ അലീന മോളെ എന്ന് പറയുമ്പോൾ, അലീന മോളോ, അവളെ വരിക പോവേ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അമ്മയ്ക്ക് ഇപ്പം എന്താ ആവശ്യമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ അവളുണ്ടായിരുന്നപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ചിട്ടയോടെ നടന്നിരുന്നു, അവൾ പോയപ്പോഴെല്ലാം മുടങ്ങി, എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ലേ, അമ്മയ്ക്ക് മെഡിസിൻ കിട്ടുന്നില്ലേ, എല്ലാം കൃത്യമായിട്ട് നടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ടല്ലല്ലോ നടക്കുന്നത്, അവളോടൊന്നും പറയേണ്ട ആവശ്യമില്ല, അതാത് സമയത്ത് തന്നെ കൃത്യമായി അവൾ ചെയ്തോളും, ഭക്ഷണം തന്നെ കണ്ടില്ലേ ഒരു ടേസ്റ്റും ഇല്ല എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ദേ എനിക്ക് ഒരുപാട് ജോലികളുണ്ടമ്മേ, ജോലികൾ മുൻപേ ഉണ്ടായിരുന്നല്ലോ വൈജയ്, നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്, 2 ദിവസമായില്ലേ പോയിട്ട്, അവളെ അവിടെ എത്തിയോ തിരിച്ചു വന്നോ എന്നൊന്നും അറിയത്തില്ലല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയാണ്. അവൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമെന്നങ്ങ് കൊടുത്താലേ അവൾ എൻ്റെ തലയിൽ കയറി നിരങ്ങും,
അതിനുള്ള പുറപ്പാടാണ് അവള്. അവള് ഇവിടെ അവളുടെ സ്വന്തം വീടാണെന്ന് പോലെ, അവളുടെ അമ്മ വീട് പോലെയല്ലേ അവൾക്ക് ഇത് എന്ന് പറയുകയാണ്. തോന്നുമ്പോൾ വരിക, തോന്നുന്നു പോവുക. അവൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ് നീ സൂക്ഷിച്ച് സംസാരിച്ചോളണം. നിന്റെ നിലയും എന്താണെന്ന് നിനക്കറിയാമല്ലോ, അത് ആലോചിച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ വൈജയന്തിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് അലീനക്കുട്ടിയും രേവതിയും കുട്ടിയുടെ അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. കുട്ടീനെ രണ്ടുപേരും മാറി മാറി എടുത്ത് ചുന്നുമോൾക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസി ആൻറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ആൻറ്റി ഇതൊരു ഓർഫനേജ് അല്ലേ ഡൊണേഷനും കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഗ്രേസിയെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഉണ്ട് ആൻറ്റി, ഇത് കുറേ അനാഥ കുട്ടികൾ താമസിക്കുന്ന സ്ഥലമല്ലേ, എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മാമച്ചായൻ്റെ അടുത്ത് ചെന്ന് ഗ്രേസിയെ പറയുന്നുണ്ട്, ഡൊണേഷൻ കൊടുക്കണം. അയ്യോ ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉള്ളത് കൊടുക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ തൻ്റെ കയ്യിലുള്ള ഒരു എമൗണ്ട് അവിടെ സിസ്റ്ററെ ഏൽപ്പിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ഞങ്ങളിത് വേണ്ടെന്ന് പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും മെഡിസിനും എല്ലാം ഡ്രസ്സ് അവരെ പഠിപ്പിക്കുന്നതടക്കം ഞങ്ങൾ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഇത് ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ, ഞങ്ങളൊന്നും കരുതിയിട്ടില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അഭാവം നികത്തിക്കോളാം എന്ന് പറയാണ്. ഇത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ അലീന വീണ്ടും ചെന്ന് മോളുടെ കയ്യിലൊക്കെ ഉമ്മ കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത്.